നമസ്കാരം. വീണ്ടും ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് മറ്റൊരു അനുഭവം. ബിന്ദു ബാബു ഇറ്റലിയിൽ നിന്നാണ് അയച്ചത്. ഇറ്റലിയിൽ നിന്ന് അയക്കുക എന്ന് പറയുന്നത് വിദേശത്തുള്ള അനുഭവങ്ങൾ ഒരുപാട് ആളുകൾ അയക്കുന്നുണ്ട്. അപ്പം നമുക്കത് വേഗം തന്നെ കേൾക്കാം. എന്തൊക്കെയാണ് അതിൽ കാര്യങ്ങളെന്ന് നോക്കാമല്ലോ. നമുക്ക് ആ ഒരു യാത്രയിലൂടെ അങ്ങ് പോയിക്കളയാം അല്ലേ. ഓം നമോ നാരായണായ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഇട്ടിരുന്നു. ഇത് എഴുതുന്നത് ഇറ്റലിയിൽ നിന്നാണ്. എൻ്റെ വീട് ആലുവയിലാണ്. കൊറോണ ഞങ്ങളുടെ ബിസിനസ് ഒത്തിരി ബുദ്ധിമുട്ടിലാക്കി. അങ്ങനെ എൻ്റെ ഫ്രണ്ട് വഴി ഇറ്റലിയിൽ പോകാമെന്ന് തീരുമാനിച്ചിട്ടോ. ഞങ്ങൾ 3 വർഷം മുൻപ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. VFSൽ പോയി ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഏജൻറ്റ് പറഞ്ഞു ഒരാഴ്ച കഴിയുമ്പോൾ അറിയാം. ഒരു ചൊവ്വാഴ്ചയാണ് ഞാനും ഭർത്താവും കൂടി പോയത്. പിറ്റേ ചൊവ്വാഴ്ചയായിട്ട് ഒന്നും അറിഞ്ഞില്ല കേട്ടോ. ഞാൻ എല്ലാ വ്യാഴവും അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാറുണ്ട്. അന്ന് വ്യാഴാഴ്ച ഞാൻ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ആരുമില്ല. നടയിൽ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. ഞാൻ അമ്പലത്തിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ണ, അമ്മയ്ക്ക് ടെൻഷനാണ്, ഒന്നും അറിയില്ല. ഇന്ന് എന്തായാലും വിവരം അറിയണം. ഞാൻ പോകുമ്പോൾ നിന്നെ കൊണ്ടുപോകാം, നമുക്ക് യൂറോപ്പൊക്കെ ഒന്ന് കാണാമല്ലോ. എനിക്കിന്ന് വിസയുടെ കാര്യം അറിയണം കേട്ടോ. തൊഴുത് പ്രസാദം വാങ്ങി വീട്ടിൽ വന്ന് കാപ്പി കുടിച്ചു. ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഇന്ന് വിസയുടെ വിവരം അറിയും, ഞാൻ കേന്ദ്രത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു 12 മണിയായപ്പോൾ ഏജന്റ് പറഞ്ഞു നിങ്ങളുടെ കൊറിയർ വന്നിട്ടുണ്ട്. ഞാൻ പോയി നോക്കിയിട്ട് ഇപ്പോൾ പറയാം. പിന്നെയും ടെൻഷനായിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏജന്റ് വിളിച്ചു, വിസ അടിച്ചിട്ടുണ്ട്. എനിക്ക് കരയണോ ചിരിക്കണോ എന്നറിയാൻ പറ്റാത്ത അവസ്ഥ. എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഈ കണ്ണൻ കാണിക്കുന്നതില്ലേ. ചിലപ്പോൾ തമ്മിൽ തല്ലി മിണ്ടാതെയൊക്കെ ഇരിക്കും. പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത ഡിമാൻഡ് വെച്ചിട്ടോ. മകളെയും ഭർത്താവിനെയും കൊണ്ടുവരാനുള്ളതാണ്. വഴക്കിടെന്ന് പേടിച്ചാണോ എന്തോ. ഒരു വർഷം കഴിഞ്ഞപ്പോൾ മകളും ഭർത്താവും മാൾട്ടയിൽ എത്തിയിട്ടോ. ഇപ്പോൾ അടുത്തൊരു നിവേദനം കൊടുത്തിട്ടുണ്ട്. എനിക്കും ഭർത്താവിനും പേപ്പർ റെഡി ആയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നേരിട്ട് കാണാൻ ഒരു അവസരം ഒരുക്കണേ എന്ന്. എല്ലാ ദിവസവും മനസ്സുകൊണ്ട് ഗുരുവായൂർ വരുന്നുണ്ട്, അത് പോരാ എന്ന്. അതും എനിക്ക് നടത്തിത്തരും. മനസ്സറിഞ്ഞ് വിളിച്ചാൽ എല്ലാം നടത്തിത്തരും. ഭക്തന്റെ എല്ലാ പരിഭവങ്ങളും സ്നേഹത്തോടെ സ്വീകരിക്കും. ഹരേ കൃഷ്ണ. സാറിൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പറഞ്ഞു കേട്ടോ. എനിക്കതിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. ആ കേന്ദ്രത്തിൽ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടാണ് പോയത്. കേന്ദ്രത്തിൽ ഏൽപ്പിച്ചോളൂ കേട്ടോ എല്ലാവരും. ഏൽപ്പിക്കുന്നത് ശക്തമായിട്ട് ഏൽപ്പിക്കണം. എന്നെ ഇങ്ങോട്ട് പരിഗണിക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കണം. വെറുതെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഏൽപ്പിക്കുന്നതിന് കൂടെ അദ്ദേഹത്തെ സ്ഥിരമായിട്ട് ഓർക്കുകയും വേണം. നാരായണ നാരായണ ജപിക്കുക. വലിയ സംസ്കൃതവും കാര്യങ്ങളും നാരായണിയും അങ്ങനത്തെ ഒന്നും ജപിക്കാൻ അറിയാത്തവർക്ക് നാരായണ 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 എന്ന് മാത്രം ജപിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അതിലൊന്നും ഒരു വിഷമവും വേണ്ട. അയ്യോ, എനിക്ക് ഭഗവത്ഗീത ചെല്ലാനറിയില്ല, നാരായണീയം ചെല്ലാനറിയില്ല. വേണ്ട, അറിയാത്തവർക്ക് നാരായണ ജപിക്കാമല്ലോ. എത്ര നേരം വേണമെങ്കിലും ജപിക്കാം. വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. കുറേ കാര്യങ്ങളുണ്ട്, സർപ്രൈസുകളൊക്കെ ഉണ്ട്. വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.